9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് എന്ന പാഠത്തിൽ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഒരു സ്ക്വയറിൻ്റെ 4 ഭാഗങ്ങളും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ കാണാനായിട്ട് നമ്മളെങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് എത്ര വരും? 1 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഇൻറ്റു 1 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഇവിടെയൊക്കെ സെൻറ്റിമീറ്റർ അല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരുന്നത്. ഇനി 2 സെൻറ്റിമീറ്റർ വീതമാണ് സ്ക്വയറിൻ്റെ സൈഡെങ്കിൽ എല്ലാം 2 സെൻറ്റിമീറ്റർ, 4 സൈഡും 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? 2 ഇൻറ്റു 2 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലോ. ഇതേപോലെ സിദ്ധാന്തം അനുസരിച്ച് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ആൾട്ടിറ്റ്യൂഡ് എന്നായിരിക്കും. ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എന്താ പറയുക? ലംബം എന്ന് പറയും. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയും. ഇത് ബേസ് ആണ്, ബേസ് പാദം എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക? ഹൈപ്പ് സ്ക്വയർ കാണാനായിട്ട് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ട് സ്ക്വയർ കണ്ടാൽ മതി. അങ്ങനെയാണ് ഹൈപ്പ് എന്താണ്? കർണമാണ് അല്ലേ? കർണം കാണാൻ കർണം സ്ക്വയർ, ബേസ് എന്ന് വെച്ചാൽ എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് ഹൈപ്പ് ഇവിടെയാണല്ലോ, നമ്മൾ ഒഴുകുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ ഒഴുകുന്ന ഭാഗം പോലത്തെ ഒരു ഭാഗം, ഈ ഭാഗത്തിനെയാണ് നമ്മൾ പ്ലസ് ചെയ്യണം. ഹൈപ്പോട്ടന്യൂസ് കാണാനായിട്ട് പ്ലസ്സും ആൾട്ടിറ്റ്യൂഡ് കാണാനായിട്ട് നമ്മൾക്ക് മൈനസും ചെയ്യാം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കാണാൻ ആൾട്ട് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടനിസം സ്ക്വയർ ഹൈപ്പ് സ്ക്വയർ. ഹൈപ്പോട്ടനിസം അതിനാണ് ഞാൻ ഹൈപ്പ് എന്ന് പറയുന്നത്. ഹൈപ്പ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ആൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പ് എന്താണ്? ഹൈപ്പ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. 90 ഡിഗ്രി ആണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ നമുക്ക് എന്ത് പിടിക്കണം? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഹൈപ്പാണ്. ഹൈപ്പ് അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു പേര് കൊടുക്കാം. എന്ത്? ABC. എങ്കിൽ നമുക്ക് ഹൈപ്പാണ് കണ്ടത്. ഹൈപ്പോട്ടന്യൂസ് കാണാനായിട്ട് ഹൈപ്പ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബേസ് ആണ് ഇവിടെ. ബേസ് സ്ക്വയർ മൈനസ് ആൾട്ട് സ്ക്വയർ. ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് വേണം? മൈനസ് ചെയ്യണം. ഹൈപ്പാണ് കണ്ടുപിടിക്കണമെങ്കിലോ നമുക്ക് പ്ലസ് ചെയ്യണം. ഓക്കെ ആയോ? ഇനി ബേസ് എത്രയാണ്? നമുക്ക് 1 ആണ്. 1 സ്ക്വയർ. ആൾട്ട് എത്രയാണ്? 1 ആണ്. 1 സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ഹൈപ്പ് സ്ക്വയർ ആണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ ഹൈപ്പ് സ്ക്വയർ നമുക്ക് 2 കിട്ടിയ സ്ഥിതിക്ക് സ്ക്വയർ നമുക്ക് കളയണം. അപ്പോൾ ഹൈപ്പ് ഈക്വൽ ടു √2. ഇതിൻ്റെ ഏരിയ നമുക്ക് എത്രയാണ്? 2 ആണ്. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ നമുക്കൊരു വീണ്ടും ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ബേസ് എപ്പോഴും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 കൂട്ടും എത്രയും നമുക്ക് കിട്ടിയത്? √2 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. എങ്കിൽ ഇവിടെ √2 ആണെങ്കിൽ ഇവിടെ √2, ഇവിടെ √2. ഏരിയ നമുക്ക് 2 കിട്ടിയ പോലെ ഇവിടെ 2.
ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇവിടെ 1 ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √2 ആയിരിക്കും. √2ൻ്റെ കൂടെ ബേസ് 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? √3 ആയിരിക്കും. എങ്കിൽ ഇവിടെ 4ഉം 3 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 7 √7. 7 എങ്കിൽ 4 ഭാഗത്തും 7 തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7. എങ്കിൽ 6ഉം 5ഉം ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? √11. എങ്കിൽ ഇവിടെയും √11 ആയിരിക്കും, ഇവിടെയും √11 ആയിരിക്കും, ഇവിടെയും √11. എങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 11. √2ൻ്റെ വാല്യൂ എന്താണ്? 1.414. എങ്കിൽ √3യുടെ വാല്യൂ എന്താണ്? 1.73. ഇനി ഇവിടെ √2, ഇവിടെ √2, 4 സൈഡും √2 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്ര? ഏരിയ കാണാനായിട്ട് എന്താണ്? √2 ഇൻറ്റു √2 അല്ലേ? സൈഡ് ഇൻറ്റു സൈഡാണല്ലോ. അപ്പോൾ √2 ഇൻറ്റു √2 എത്രയാണ് ഏരിയ? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. എങ്കിൽ √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414. എങ്കിൽ √2 ഇൻറ്റു √2 എത്ര? 1.414 ഇൻറ്റു 1.414. ഇത് രണ്ടും കൂടി നമുക്ക് ഇൻറ്റു ചെയ്യാം. 1.414 ഇൻറ്റു 1.414. നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ നമ്പറും ചെയ്യണം എന്നില്ല. 4 നമ്പേഴ്സ് എടുക്കണമെങ്കിൽ 4 നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ 3 നമ്പേഴ്സ്, 2 നമ്പേഴ്സ്. നമുക്ക് എത്ര എടുക്കാം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 4 × 4 16, 6, 1 × 4 4, 5, 4 × 4 16, 1, 4 × 4 5. ഇനി 1 4 1 4 1. 4 same numbers, 6 5 6 5. Next 4 same numbers, 4 1 4 1, 6 9 13 1, 5 5 10 15 19 1, 6 1 7 8 9 9 5 4 9 1. നമുക്ക് എത്ര കിട്ടി? 1 9 9 9 3 9 6. എങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം അല്ലേ? ഓക്കെയല്ലോ.